അസ്സലാമലൈക്കും കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. കഥയുടെ പേരാണ് അമ്മക്കുരുവിൻ്റെ വീട്. പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ ഒരാമ കളിച്ച് രസിച്ച് നടന്നിരുന്നു. ഒരു ദിവസം അമ്മ കളിച്ച് രസിച്ച് നടന്നപ്പോൾ പുഴയുടെ തീരത്തുള്ള മരത്തിൽ ഒരു കുരുവി വീടുണ്ടാക്കുന്നത് കണ്ടു. ഉണങ്ങിയ കമ്പുകളും നാരുകളും ശേഖരിച്ച് വളരെ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കുന്നത് കണ്ടു. വീടുണ്ടാക്കി കഴിഞ്ഞാലോ അച്ഛൻ കുരുവിയും അമ്മ കുരുവിയും 3 മക്കളും താമസിക്കും. അപ്പോൾ ഒരു ദിവസം ആമയും കുരുവിയും പെട്ടെന്ന് ചങ്ങാത്തത്തിലായി. അപ്പോൾ ആമ കുരുവിൻ്റെ വീടിനെ കുറിച്ച് ചോദിച്ചു. എൻ്റെ കുരുവിയെ, നിങ്ങൾ വീടുണ്ടാക്കാൻ വളരെ കഷ്ടപ്പെട്ടതുകൊണ്ട് ഉണങ്ങിയ കമ്പുകളും നാരുകളും ശേഖരിച്ച് വളരെ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കും. വീടുണ്ടാക്കി കഴിഞ്ഞാലോ ഒരു ഭംഗിയും ഇല്ലായിരിക്കും കാണാൻ. കൂടാതെ മേൽക്കൂടിയൊന്നും ഇല്ലാത്ത കൊണ്ട് മഴ പെയ്താൽ നനയുകയും ചെയ്യും. എനിക്കങ്ങനെയല്ല, എൻ്റെ പുറന്തോട് തന്നെയാണ് കൂട്. മഴ പെയ്താൽ ഞാൻ അതിൽ കയറും. അപ്പോൾ കുരുവി ചിരിച്ചോണ്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് വീടുണ്ടാക്കുന്നത്. വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഭംഗിയിൽ കൂടെ അല്ലാതെ കൊണ്ട് നനയും ചെയ്യുമായിരിക്കും. പക്ഷെ ആ കൂടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. അച്ഛൻ കുരുവിയും അമ്മ കുരുവിയും 3 മക്കളുമാണ് താമസിക്കുന്നത്. ഒറ്റക്ക് താമസിക്കണേക്കാട്ട് നല്ലതല്ലേ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത്. അപ്പോൾ ആമ നിനക്ക് മാത്രമേ താമസിക്കാൻ പറ്റൂ. ഒറ്റക്ക് താമസിക്കണേക്കാട്ടി നല്ലതല്ലേ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന. അപ്പോഴും ആമ കുരുവിനോടും മാപ്പ് പറഞ്ഞ് അവർ നല്ല കൂട്ടുകാരായി. അവർ എപ്പോഴും പുഴക്കരയിൽ നിന്ന് താമസിക്കുമായിരുന്നു. കൂട്ടുകാരെ, അമ്മ കുരുവിൻ്റെ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന കുടിലാണ് ഏകാന്ത മാളികയെക്കാട്ടി നല്ലത്.